ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സീരീസ് 12. ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി പഠിക്കുന്ന മൂന്നാമത്തെ ചാപ്റ്ററിലേക്കും ഫ്യൂച്ചർ ഓപ്ഷൻ സീരീസിലെ 12ാമത്തെ വീഡിയോയിലേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഈ സീരീസിലെ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻ ഗ്രീക്സിനെ ഡെൽറ്റയുടെയും ഗാമയുടെയും പറ്റി വളരെ വിശദമായി പഠിച്ചതാണ്. അതുകൂടാതെ നെക്സ്റ്റ് ട്രേഡിംഗ് ദിവസങ്ങളിൽ ഡെൽറ്റയുടെയും ഗാമയുടെയും ഇഫക്റ്റ് നമ്മൾ ലൈവായിട്ട് മനസ്സിലാക്കി നമ്മുടെ ഗ്രൂപ്പുകളിലുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ അറിയാം, ഓരോ സിറ്റുവേഷൻസിലും ഡെൽറ്റയും ഗാമയും ഒക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നമ്മൾ പലപ്പോഴും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങളാണെങ്കിലും ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഓപ്ഷൻ സീരീസോ ഈ പറയുന്ന ഗ്രീക്സിനെ പറ്റിയുള്ള വീഡിയോസോ കാണുന്നെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ സീരീസിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം വീഡിയോ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ഓപ്ഷൻ സീരീസിന്റെ ഫുൾ ലിങ്ക് കൊടുക്കാം. സോ ഏത് കാര്യം പഠിക്കുമ്പോഴും ആ ഓർഡറിൽ പഠിക്കണം. ഓപ്ഷൻ സീരീസ് നമ്മുടെ ഒപ്പം പഠിക്കാൻ വന്നാൽ ആ പാഠം ഒന്ന് തൊട്ട് പഠിക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് 12 ചാപ്റ്റർ ആയിട്ടുള്ളൂ, എങ്കിലാണ് നമ്മളുടെ കൂടെയുള്ള ഈ ഓപ്ഷൻ പഠനം ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ആ വീഡിയോസ് ഒക്കെ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഓപ്ഷൻ ഗ്രീക്സിന്റെ തൊട്ട് മുമ്പ് ഡെൽറ്റയെ പറ്റിയും ഗാമിനെ പറ്റിയും പറയുന്ന വീഡിയോസ് എങ്കിലും കാണാൻ ശ്രമിക്കുക. സോ ഓപ്ഷൻ ഗ്രീക്സിലെ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അതാണ് ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് എക്സ്ട്രിൻസിക് വാല്യൂ, അല്ലെങ്കിൽ ടൈം വാല്യൂ എന്ന് പറയും. ഇൻട്രിൻസിക് വാല്യൂ, ടൈം വാല്യൂ എന്ന് പറയുന്ന 2 വാല്യൂസിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എങ്കിലാണ് അടുത്ത ഓപ്ഷൻ ഗ്രീക്സ്, അതായത് ഓപ്ഷൻ ഗ്രീക്സിൽ തീറ്റയെ പറ്റിയാണെങ്കിലും വീഗനെ പറ്റിയാണെങ്കിലും പഠിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്കിലൂടെ വേണം കടന്നു പോകാനായിട്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തിയ ഓപ്ഷൻ ഗ്രീക്ക് സബ്ജക്ട് അല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് 2 ടോപ്പിക്കുകളാണ്. അതായത് ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് ടൈം വാല്യൂ ഓഫ് ഓപ്ഷൻസ്. സോ ആസ് യൂഷ്വൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം. എന്റെ പേര് മിഥുൻ. എല്ലാ മലയാളികൾക്കും ഡിമാറ്റ് അക്കൗണ്ട് വേണം. എല്ലാ മലയാളികളും ട്രേഡിംഗ് ലോകത്തിന്റെ എല്ലാ സെഗ്മെന്റിലും കൈകടത്തുന്ന ഉദ്ദേശത്തിൽ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തു. നിങ്ങളാണെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏതൊക്കെ കൈൻഡ് ഓഫ് സർവീസുകൾ കൊടുക്കുക, നിങ്ങൾക്കും നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാമെന്നുള്ളത്. സോ ഇൻട്രോ അല്പം ലെങ്ത് ആയി പോയെങ്കിലും ക്വിക്ലി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് ടൈം വാല്യൂ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പേരുകളൊന്നും കേട്ട് ചെട്ടണ്ട, ഇത്ര വലിയ സംഭവമൊന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, സോ ഒരു വാല്യൂ ആണ് മനസ്സിലായി. ഇൻട്രിൻസിക് വാല്യൂ, ടൈം വാല്യൂ. ശരിക്കും എന്താണ് വാല്യൂ? ഒരു ഓപ്ഷൻ ട്രേഡർ അല്ലെങ്കിൽ ഓപ്ഷനെ സംബന്ധിച്ച് ഓപ്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉള്ള ഇംഗ്ലീഷ് ചോദിച്ചാൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൻ ഓപ്ഷൻ? എന്താണ് ഓപ്ഷന്റെ വാല്യൂ? ഒന്നുമില്ല, പ്രീമിയം. നമ്മളൊരു പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസ് എടുത്തു, അതിന്റെ പ്രീമിയം ആണ് അതിന്റെ വാല്യൂ. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക്, അതായത് സ്ട്രൈക്ക് എന്താണ്? നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ വില 17,000, 17,000 എന്ന് വിചാരിക്കും. സോ 17,100 ഒരു കോൾ ഓപ്ഷൻ, അത് ഒരു ഔട്ട് ഓഫ് ദ മണി ഉള്ള 17,100 കോൾ ഓപ്ഷന്റെ ഇപ്പൊ നിൽക്കുന്ന പ്രീമിയം ഒരു 250 രൂപ എന്ന് വിചാരിക്കും. സോ ഇതാണ് ആ ഓപ്ഷന്റെ വാല്യൂ. നമ്മൾ അതിന് പൊതുവെ എന്ത് പറയും? ഓപ്ഷൻ പ്രീമിയം എന്ന് പറയും. ഈ സെയിം സംഭവം തന്നെയാണ് ഓപ്ഷന്റെ വാല്യൂ. സോ വാല്യൂ ഓഫ് ദ ഓപ്ഷൻ എന്താണ്? ഓപ്ഷന്റെ പ്രീമിയം. അത് പല സ്ട്രൈക്കിനും പലതാണ് നമുക്കറിയാം. ഇൻ ദ മണിയിൽ കൂടുതലായിരിക്കും, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി. ഇതൊക്കെ നമ്മൾ ഓപ്ഷൻ ചെയ്യാൻ ഭംഗിയായി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിനുള്ള ഓരോ ടേംസും നമ്മൾ പഠിച്ചതാണ്. സോ വാല്യൂ ഓഫ് ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ സ്ട്രൈക്കുകളുടെയും ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീമിയം എത്രയാണോ അതാണ് ഓപ്ഷൻ വാല്യൂ. സോ ഈ ഓപ്ഷൻ വാല്യൂവിനെ 2 ആക്കി തിരിക്കുന്നതാണ് ഇൻട്രിൻസിക് വാല്യൂ, ടൈം വാല്യൂ. ടൈം വാല്യൂ തന്നെ നേരത്തെ പറഞ്ഞു മറ്റൊരു പേരുണ്ട് എക്സ്ട്രിൻസിക് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂ, എക്സ്ട്രിൻസിക് വാല്യൂ. ഈ എക്സ്ട്രിൻസിക് വാല്യൂവിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ടൈം വാല്യൂ. സോ ഓപ്ഷൻ പ്രീമിയത്തിന് ശരിക്കും നമുക്ക് എന്തായി തിരിക്കാം? 2 ആക്കി തിരിക്കാം. ഒന്ന് വൈറ്റ് ബോർഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അല്പം മനസ്സിലാവും. അതായത് ഓപ്ഷൻ വാല്യൂ, OPTION, ഓപ്ഷൻ വാല്യൂ, അല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കാന്ന് ഞാൻ പറഞ്ഞു, ഓപ്ഷൻ പ്രീമിയത്തിന് വിളിക്കാം. നമ്മുടെ പ്രീമിയത്തിനെ നമുക്ക് 2 ആയി തിരിക്കാം. എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രിൻസിക് വാല്യൂ, IV എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയത് ഇംപ്ലൈഡ് വോളറ്റിലിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്ഷനിൽ നമ്മൾ വരാൻ പോകുന്ന ചാപ്റ്ററുകളിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് IV. എനിക്ക് തോന്നുന്നു തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഒന്ന് കവർ ചെയ്തു. യെസ്, ആ ഇന്ത്യ വിക്സിനെ പറ്റി പറഞ്ഞിരുന്ന വീഡിയോയിൽ IV പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്താണ്. വരും ദിവസം നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ആ IV അല്ലാതെ ഇത് ഇൻട്രിൻസിക് വാല്യൂ. പക്ഷെ കോമൺലി ഉപയോഗിക്കുന്ന IV ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ആണ്. മാർക്കറ്റ് ഒരു സ്ട്രൈക്കിന്റെ വോളറ്റിൽ എത്ര വോളറ്റൈലാണ് സൂചിപ്പിക്കുന്നതാണ് IV. മാറിപ്പോകരുത്. ഇത് ഇൻട്രിൻസിക് വാല്യൂ എന്ന് തന്നെ പറയാം. IV എന്ന് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ എന്ന് തന്നെ പറയാം. രണ്ടാമത്തെയാണ് ടൈം വാല്യൂ, അതായത് TV. TV എന്ന് കൊടുത്താൽ മനസ്സിലാവില്ല, ടൈം വാല്യൂ. സോ മനസ്സിലായല്ലോ, ഇത് 2 കൂടി കൂടിയത്, ഇത് പ്ലസ് ഇത് ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ, ഇത് 2 കൂടി കൂടിയതാണ് എന്ത്? നമ്മൾ എടുക്കുന്ന ഓപ്ഷന്റെ പ്രീമിയം. സിമ്പിൾ. സോ ഓപ്ഷൻ വാല്യൂ നിലവിലത്തെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞാൽ 17,100 കോൾ ഓപ്ഷന്റെ പ്രീമിയം 250 രൂപയാണെങ്കിൽ ആ 250 രൂപയിൽ ഒരു നിശ്ചിത എമൗണ്ട്, ഒരു 200 രൂപ ഇൻട്രിൻസിക് വാല്യൂ ആയിട്ടും ബാക്കി വരുന്ന ഒരു 50 രൂപയായിരിക്കും അതിന്റെ ടൈം വാല്യൂ. സിമ്പിൾ. മുന്നോട്ട് പോകുമ്പോൾ അല്പം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സോ ഇനി നമുക്ക് ഈ 2നെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഇൻട്രിൻസിക് വാല്യൂ. എന്താണ് ഇൻട്രിൻസിക് വാല്യൂ? അറിയാൻ വേണ്ടി ആസ് യൂഷ്വൽ നമ്മൾ ഗൂഗിളിനോട് തന്നെ ചോദിക്കാം. ഇൻട്രിൻസിക് വാല്യൂ ഇൻ ഓപ്ഷൻസ് എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രിൻസിക് വാല്യൂ ഇസ് ദ വാല്യൂ any given option would have
if it were exercised today. Basically, the intrinsic value is amount which the strike price of an option is profitable or okay, blah blah. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. താഴെ ഇതിൽ ആവശ്യമുണ്ടോ? How to find the value, intrinsic value of an option എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ okay. In the money call option, intrinsic value is equal to price of underlying asset minus strike price. ഇത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. In the moneyയിലുള്ള intrinsic value, in the money put option എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസ് മൈനസ് പ്രൈസ് ഓഫ് അണ്ടർലൈങ് അസെറ്റ്. ഈ രണ്ട് മെസ്സേജ് ഒന്ന് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തോ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു തരാം, വൈറ്റ് ബോർഡിലേക്ക് പോയി കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാം. സോ ഇൻട്രിൻസിക് വാല്യൂ എന്താണെന്ന് സിമ്പിൾ ആയി ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് വാല്യൂ ഐ വി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൾ ഓപ്ഷൻ സംബന്ധിച്ച്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വ്യത്യാസമുണ്ട്. ഒരു കോൾ ഓപ്ഷൻ സംബന്ധിച്ച് ആദ്യം തന്നെ പറയാം. ഇപ്പൊ കോൾ ഓപ്ഷൻ സംബന്ധിച്ച് ഇപ്പൊ നിൽക്കുന്ന വില, ഇപ്പൊ എക്സാമ്പിൾ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ്, സ്പോട്ട് അതായത് ഇപ്പൊ നിൽക്കുന്ന വില സ്പോട്ട് പ്രൈസ് മൈനസ് അതിന്റെ സ്ട്രൈക്ക് പ്രൈസ്. ഇതാണ് സിമ്പിൾ ആയി പറഞ്ഞ ഇൻട്രിൻസിക് വാല്യൂ. ഒരു വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് അൽക്കൂടി മനസ്സിലാവും. നിഫ്റ്റി ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ് 17,000 ആണെന്ന് വിചാരിക്കും. 17,000. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന കോൾ ഓപ്ഷൻ 16,800 ആണെന്ന് വിചാരിക്കും. 16,800ന്റെ സിഇയുടെ കേസാണ് സംസാരിക്കാൻ പോകുന്നത്. നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്ന പോലെ 17,000 മൈനസ് ഈ സ്ട്രൈക്ക്, അതായത് 16,800. ഇപ്പൊ എടുത്തിരിക്കുന്ന നമ്മൾ ട്രേഡ് ചെയ്യാൻ എടുത്തിരിക്കുന്ന സ്ട്രൈക്ക് 16,800 സിഇ, വിച്ച് ഇസ് എത്രയാണ്? 17,000 മൈനസ് 16,800 വിച്ച് ഇസ് ഇക്വൽ ടു 200. ഇതാണ് ഐ വി, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ 16,800 കോൾ ഓപ്ഷന്റെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണ്? 200. സിമ്പിൾ. ഇത് തന്നെ പുട്ട് ഓപ്ഷന്റെ കേസിലേക്ക് നോക്കിയാലോ. ഇത് പുട്ട് ഓപ്ഷനിൽ നേരെ തിരിച്ചാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു പുട്ട് ഓപ്ഷനിൽ ഐ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ച്, അതായത് സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. അതാണ് ഇത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ കേസിൽ നിഫ്റ്റി സ്പോട്ട് പ്രൈസ് 17,000 നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ എടുക്കുന്നത് 17,100ന്റെ പി പുട്ട് ഓപ്ഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞു? പുട്ടിനെ സംബന്ധിച്ച ഐ വി സ്ട്രൈക്ക് പ്രൈസ് ആദ്യം, അതായത് 17,100 ആണ് സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസ് 17,000. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ പഴയ വീഡിയോ കാണാൻ. സ്പോട്ടും സ്ട്രൈക്കും എന്താണെന്ന് അറിയില്ലെങ്കിൽ ഓപ്ഷൻ സീരീസ് മൊത്തം കാണാം. കോളും പുട്ടും ഒക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊത്തം കണ്ടാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. സോ ഇവിടെ എത്രയാണ്? 17,100 മൈനസ് 17,000 എന്ന് പറഞ്ഞാൽ 100. ഈ 100 ആണ് ഈ പറയുന്ന 17,100ന്റെ ഐ വി, ഇൻട്രിൻസിക് വാല്യൂ. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ ഇൻട്രിൻസിക് വാല്യൂ. കോൾ ഓപ്ഷൻ സംബന്ധിച്ച് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ വില എന്താണോ അത് മൈനസ് നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക്, അതാണ് ഐ വി. പുട്ട് ഓപ്ഷൻ സംബന്ധിച്ച് സ്ട്രൈക്ക് മൈനസ് ഇത്. അതെന്താണ് വ്യത്യാസം വരാൻ കാരണം? സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഒരു കോൾ ഓപ്ഷൻ ബയ്യറുടെ കേസിലാണ് പറയണേ. ഒരു കോൾ ഓപ്ഷൻ ബയ്യർ എന്താ ചിന്തിക്കുന്നത്? മാർക്കറ്റ് എക്സ്പയറിൽ ഇത്ര മുകളിലേക്ക് പോകും അല്ലെ? അപ്പൊ സ്പോട്ടിന് മുകളിൽ പോകണം. അതുകൊണ്ടാണ് സ്പോട്ട് മൈനസ് എന്ന് പറഞ്ഞത്. പുട്ട് ഓപ്ഷനോ താഴേക്ക് വരുന്നത്, അപ്പൊ സ്പോട്ടിൽ താഴെ പോകണം. അതുകൊണ്ടാണ് സ്ട്രൈക്കാണ് അപ്പൊ കൂടുതലായിട്ട് നിൽക്കുക. സ്ട്രൈക്ക് മൈനസ് സ്പോട്ട് എന്ന് പറയാം. ഓക്കെ, സോ ഇങ്ങനെയാണ് കോൾ ഓപ്ഷന്റെയും പുട്ട് ഓപ്ഷന്റെയും ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവൽ വരെ പഠിക്കണം. എന്നാൽ ഇത് പഠിച്ചാലേ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല കേട്ടോ. അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ബിക്കോസ് അടുത്ത പറയാൻ പോകുന്ന ഓപ്ഷൻ ഗീക്സിന്റെ കാര്യങ്ങളിൽ ഈ പറയുന്ന ടൈം വാല്യൂ, ഇൻട്രിൻസിക് വാല്യൂ അത്ര ഇല്ലെങ്കിലും ടൈം വാല്യൂ ഇതിന് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോ പറയാൻ കാരണം. സോ ഇൻട്രിൻസിക് വാല്യൂ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്താണ് ടൈം വാല്യൂ? വേറെ ഒന്നുമില്ല. ഈ ഇൻട്രിൻസിക് വാല്യൂ കഴിഞ്ഞ് ഓപ്ഷൻ പ്രീമിയത്തിൽ ബാക്കി എന്ത് വ്യത്യാസം ഉണ്ടോ അതാണ് ടൈം വാല്യൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പുട്ട് ഓപ്ഷൻ, ഈ പുട്ട് ഓപ്ഷന്റെ കേസ് തന്നെ എടുക്കാം. ഈ പുട്ട് ഓപ്ഷന്റെ 17,100ന്റെ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം ഒരു 150 രൂപയെന്ന് വിചാരിക്കും. പ്രീമിയം 150 രൂപ. അതിൽ ഇൻട്രിൻസിക് വാല്യൂ എത്രയാന്ന് കിട്ടി? 100. ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ്? ബാക്കിയുള്ള എമൗണ്ട് 50 ആണ് അവിടുത്തെ ടൈം വാല്യൂ. എന്താണെന്ന് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ടൈം വാല്യൂ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇൻട്രിൻസിക് വാല്യൂ പഠിച്ച സ്ഥിതിക്ക് ടൈം വാല്യൂ ഓഫ് ഓപ്ഷൻ. ടൈം വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ടൈം വാല്യൂ ഇക്വൽ ടു, ഞാൻ പറഞ്ഞ എന്താണ്, നമ്മുടെ ഓപ്ഷൻ പ്രീമിയത്തിൽ, അതായത് ഓപ്ഷൻ പ്രീമിയത്തില് ഇൻട്രിൻസിക് വാല്യൂ കഴിഞ്ഞ് ബാക്കി എന്തുണ്ടോ അതാണ് ടൈം വാല്യൂ. സോ ടോട്ടൽ പ്രീമിയം കൊടുക്കുക, അതിന്റെ ഐ വി അതിന് കുറയ്ക്കുക, അതാണ് ടൈം വാല്യൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി 17,000 നിൽക്കുന്നത്. നിഫ്റ്റിയുടെ 16,800ന്റെ കോൾ ഓപ്ഷന്റെ വില എത്രയാണ്? 250 രൂപയാണ് ഇപ്പോഴത്തെ വില എന്ന് വിചാരിക്കും. പക്ഷെ അവിടുത്തെ ഐ വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവിടെ ഇൻട്രിൻസിക് വാല്യൂ 17,000 മൈനസ് 16,800 വിച്ച് ഇസ് ഇക്വൽ ടു എത്രയാണ്? 200 ഉള്ളൂ. എത്ര രൂപ വ്യത്യാസമുണ്ട്? 250 മൈനസ് 200 വിച്ച് ഇസ് ഇക്വൽ ടു 50. ഈ 50 ആണ് അവിടുത്തെ എന്ത്? ടൈം വാല്യൂ. സിമ്പിൾ. നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞാണല്ലോ, ടോട്ടൽ ഓപ്ഷന്റെ പ്രീമിയം അല്ലെങ്കിൽ ടോട്ടൽ ഓപ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ ആണ്. സോ ഇൻട്രിൻസിക് വാല്യൂ 200 ആണെങ്കിൽ ബാക്കിയുള്ള 50 ആണ് ടൈം വാല്യൂ. സിമ്പിൾ. ഇതാണ് കണക്ക്. സ്കൂളിൽ പോയി കണക്ക് ഇഷ്ടമല്ലാത്തവർക്ക് വേറെ വഴിയില്ല. ഇത് ബേസിക് കണക്കാണ്. 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് തിയററ്റിക്കൽ കാര്യം. ഇത് അല്പം മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഓപ്ഷൻ പ്രീമിയത്തിലേക്കും മറ്റൊരു ഞാൻ പഠിച്ചൊരു ടേബിളിലേക്കും, നമ്മൾ ഓപ്ഷൻ വീക്സിലെ ഡെൽറ്റയെ പറ്റി പഠിച്ച ഒരു ടേബിൾ പരിചയപ്പെടുത്തില്ല, അതുപോലത്തെ ഒരു ടേബിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം കാര്യം മനസ്സിലാവും. ഓക്കെ, സോ ഓപ്ഷൻ പ്രീമിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ നിഫ്റ്റി. ഈ എക്സ്പയറി, അടുത്ത എക്സ്പയറി ജൂൺ ആണ്. ഇതാണിത്. ഓക്കെ,
അതിന്റെ നടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിഫ്റ്റി അറ്റ് ദ മണി ഇപ്പൊ 15,700. 15,700ന്റെ പ്രീമിയം നോക്കി സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പ്രീമിയം ഇതാണ്. 15,700ന്റെ അറ്റ് ദ മണിയുടെ പ്രീമിയം എത്രയാണ്? 157. ഈ 157 ഇപ്പൊ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് എത്രയാണ്? 15,699. സോ അതിന്റെ ഒരു 15 അതിൽ താഴെയുള്ള ഒരു ഇൻ ദ മണിയിലുള്ള 15,500ന്റെ കേസ് എടുക്കാം. 15,500ന്റെ കോൾ ഓപ്ഷന്റെ പ്രീമിയം 285. സോ ഇതിന്റെ ഇൻട്രൻസിക് വില എത്രയായിരിക്കും? 15,700 മൈനസ് 15,500 വിച്ച് ഇസ് ഈക്വൽ ടു 200. പക്ഷെ 200 പകരം പ്രീമിയം എത്രയാണ്? 15,500ന്റെ കോൾ ഓപ്ഷന്റെ പ്രീമിയം 285. സോ 285ൽ 200 രൂപ ഇൻട്രൻസിക് വാല്യൂവും ബാക്കി വരുന്ന 85 രൂപയാണ് എന്തുള്ളത്? ടൈം വാല്യൂ ഉള്ളത്. ഓപ്ഷൻ ചെയ്യുന്നത് മനസ്സിലായല്ലോ. പല സ്ട്രൈക്കിന് എടുക്കേണ്ട കാര്യമില്ല. പുട്ട് ഓപ്ഷനും അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ലെങ്കിൽ ആ ഭാഗം ഒന്നുകൂടി എടുത്ത് കാണാം. ആ ജസ്റ്റ് കാൽക്കുലേഷൻ പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒന്നുമില്ല. വെരി രണ്ട് സിമ്പിൾ ഉള്ളൂ. കോൾ ഓപ്ഷന്റെയും പുട്ട് ഓപ്ഷന്റെയും ഇൻട്രൻസിക് വാല്യൂ പഠിച്ചു. ആ പ്രീമിയത്തിൽ നിന്ന് ഇൻട്രൻസിക് വാല്യൂ കുറച്ച് ബാക്കി എത്രയാണോ അതാണ് ടൈം വാല്യൂ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ആ ടേബിളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അല്പം കാര്യങ്ങൾ മനസ്സിലാവും. സോ ഇതാണ് ആ ടേബിൾ. ഇൻട്രൻസിക് വാല്യൂ ആൻഡ് ടൈം വാല്യൂ. നമ്മൾ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ വില 17,000 എന്ന് വിചാരിക്കും. സോ നമ്മൾ 3-4 സ്ട്രൈക്ക് എടുത്തിട്ടുണ്ട്. ഒന്ന് 16,800 എന്താണ്? ഇൻ ദ മണിയിലുള്ള സ്ട്രൈക്ക് ആണ്. 16,900 അതും ഇൻ ദ മണിയാണ്. 17,000 ഇതേതാണ്? അറ്റ് ദ മണി. ഇതോ ഔട്ട് ഓഫ് ദ മണി. ഒരു കോളോടി കൊടുക്കണോ? നമുക്ക് ഒരു കോളോടി കൊടുക്കാം. ഇത് മണീനെസ് ഓഫ് ആൻ ഓപ്ഷൻ. എന്താണ് നമ്മൾ പഠിച്ചല്ലോ? എന്താണ് മണീനെസ്? ഇൻ ദ മണി അറ്റ് ദ മണി ഔട്ട് ഓഫ് ഏതാണെന്നുള്ളത്. ഇത് ഏതാണ്? 17,000 ആണെങ്കിൽ അതിൽ താഴെയുള്ളതൊക്കെ ഇൻ ദ മണിയാണ്. ITM 16,800 എന്ന് പറഞ്ഞാൽ ഒരു ITM കോൾ ഓപ്ഷൻ ആണ്. 16,900 അതും ഒരു ITM കോൾ ആണ്. 17,000 ഇത് ATM ആണ്. അറ്റ് ദ മണി ATM അറ്റ് ദ മണി 17,100 അതിന് മുകളിലുള്ള മൊത്തം എന്താണ്? OTM. സോ ഇൻ ദ മണിയും അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി 3 കൊടുത്തിട്ടുണ്ട്. ഈ 3ലും IVയും ടൈം വാല്യൂ എത്ര നോക്കാം. ഇതിന്റെ പ്രീമിയം സോ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ 250 ആയിരിക്കും. 250 ആണ് ഇൻ ദ മണിയുടെ. ഇതിന്റെ ഒരു 200 ആണ്. അറ്റ് ദ മണിയുടെ പ്രീമിയം ഏകദേശം 100 ആണെന്ന് വിചാരിക്കും. ഔട്ട് ഓഫ് ദ മണിയുടെ പ്രീമിയം 50. അങ്ങനെയാണല്ലോ. താഴേക്ക് ഇൻ ദ മണിന്ന് താഴേക്ക് പോകും തോറും ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോകും തോറും പ്രീമിയം കുറഞ്ഞു വന്നിരിക്കും. കാരണം എന്താണ്? പ്രോബബിലിറ്റി. ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇൻ ദ മണിയിലുള്ള കാര്യം നടന്നു കഴിഞ്ഞു. എന്താണ്? നിഫ്റ്റി 17,000 ആണെങ്കിൽ 16,800 പോകുമെന്ന് പറഞ്ഞ കോൾ ബൈയറെ സംബന്ധിച്ച് സംഭവം നടന്നു വരാൻ 200 പോയിന്റ് മുകളിലേക്ക് പോയി. ഇതും മുകളിലേക്ക് പോയി. അതുകൊണ്ട് ഇൻ ദ മണിയിൽ പ്രീമിയം കൂടുതലായിരിക്കും. ഔട്ട് ഓഫ് ദ മണിയിൽ പോകുന്തോറും പ്രീമിയം കുറവാണ്. വീണ്ടും പറയാനുള്ള ബിക്കോസ് ഓൾറെഡി പഴയ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളൂ. സോ ഇതൊക്കെയാണ് പ്രീമിയം. ഇനി ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. IV എന്താണ് നമ്മൾ പറഞ്ഞത്? സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. സ്പോട്ട് പ്രൈസ് 17,000, സ്ട്രൈക്ക് പ്രൈസ് 16,800. ഇവിടെ എത്രയായിരിക്കും? 200. അതായത് 17,000 മൈനസ് 16,800 എന്ന് പറഞ്ഞാൽ 200. 200 ആണ് ഇതിന്റെ ഇൻട്രൻസിക് വാല്യൂ. ഇതിന്റെ 16,900 ആണ്. അപ്പൊ 17,000 മൈനസ് 16,900 ഇതിന്റെ IV എന്ന് പറഞ്ഞാൽ 100. ദെൻ അറ്റ് ദ മണിയിൽ ഇൻട്രൻസിക് വാല്യൂ 17,000 മൈനസ് 17,000. അറ്റ് ദ മണി എത്രയാണ്? 17,000 മൈനസ് 17,000 0. വെരി ഇമ്പോർട്ടന്റ് തിങ്. അറ്റ് ദ മണിയിലെ ഇൻട്രൻസിക് വാല്യൂ 0 ആണ്. ഔട്ട് ഓഫ് ദ മണി നോക്കാം. 17,000 മൈനസ് 17,100 ശരിക്കും എത്രയാണ് വരേണ്ടത്? -100 അല്ലെ? പക്ഷെ IVക്ക് അങ്ങനെ ഒരു മൈനസ് ഇല്ല. അതും 0. നെഗറ്റീവ് എന്നുള്ള വാല്യൂ IVയിൽ ഇല്ല. സോ IVയിൽ പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ഇല്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഓൺലി ഇൻ ദ മണിക്ക് മാത്രമേ ഇൻട്രൻസിക് വാല്യൂ ഉള്ളൂ. അറ്റ് ദ മണിക്കും ഔട്ട് ഓഫ് ദ മണിക്കും ഇൻട്രൻസിക് വാല്യൂ 0 ആണ്. വാല്യൂ ഇല്ല. ഇതിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിഫ്റ്റിയും ഈ പറയുന്ന വാല്യൂ ഒക്കെ എക്സ്പയറി ആട്ടോ. അറ്റ് ദ ടൈം ഓഫ് എക്സ്പയറി. വീക്കിലി ആണെങ്കിൽ വീക്കിലി, മന്ത്ലി ആണെങ്കിൽ മന്ത്ലി. എക്സ്പയറി ചെയ്യുമ്പോൾ സ്റ്റോക്ക് ആണെങ്കിലും ഇൻഡെക്സ് ആണെങ്കിലും എക്സ്പയറി സമയത്താണ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ എക്സ്പയറി സമയത്ത് സ്പോട്ട് 17,000 ആണ്. നമ്മൾ എത്തുന്ന പറഞ്ഞും 17,000 ആണ്. കറക്റ്റ് 17,000 എത്തിക്കഴിഞ്ഞാൽ കോൾ ബയ്യർക്ക് വല്ലതും കിട്ടുമോ? ഇല്ല. പറഞ്ഞതേ നടന്നുള്ളൂ. അതിന് മുകളിൽ പോയാലല്ലേ അവർക്ക് കാശ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്പയറിയില് ഈ പറയുന്ന കാര്യം നടന്നില്ല എന്നർത്ഥം. 17,100 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 17,100 ആണ് കോൾ ഓപ്ഷൻ എങ്കിൽ എക്സ്പയറിയിൽ 17,000 ആയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മുകളിൽ നിൽക്കുന്ന സാധനത്തിന്റെ വാല്യൂ 0 ആണ്. അതിന് വാല്യൂ ഇല്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ITM ഇൻ ദ മണിയിലുള്ള ഓപ്ഷൻസിന് മാത്രമേ, അത് കോൾ ആണെങ്കിലും പുട്ടാണെങ്കിലും രണ്ടിലും ഇൻ ദ മണിയിലുള്ള ഓപ്ഷൻസിന് മാത്രമേ ഇൻട്രൻസിക് വാല്യൂ ഉള്ളൂ. സോ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ IV ആർക്ക് മാത്രമേ ഉള്ളൂ? ഇൻ ദ മണിക്ക് മാത്രമേ ഉള്ളൂ. സോ IV എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഓപ്ഷൻ എത്ര ഇൻ ദ മണിയാണ്, അങ്ങനെ ചുരുക്കി പറയാം അല്ലെ. എല്ലാ സ്ട്രൈക്കിനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻട്രൻസിക് വാല്യൂ അഥവാ IV നമുക്ക് എന്താ പറഞ്ഞിരുന്നത്? ഒരു സ്ട്രൈക്ക് എത്ര ഇൻ ദ മണി ആണെന്നാണ് IV പറഞ്ഞിരുന്നത്. IV 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ ഇരിക്കുന്ന സ്ട്രൈക്ക് 200 പോയിന്റ് ഇൻ ദ മണിയിലാണ്. ഇപ്പൊ 17,000 18,000 ആണെങ്കിലും 200 പോയിന്റ് താഴെയാണ് ഇൻ ദ മണിയിലായി എന്നാണ് പറഞ്ഞിരുന്നത്. സോ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൻസിക് വാല്യൂ IV ഒറ്റ കാര്യം പറഞ്ഞിരുന്നുള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രൈക്ക് എത്ര ഇൻ ദ മണിയിൽ എത്തി എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. 300 പോയിന്റ് ആണ് IV എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 300 പോയിന്റ് സ്പോട്ട് പ്രൈസിൽ നിന്ന് ഇൻ ദ മണിയിൽ താഴെയാണ് നമ്മുടെ സ്ട്രൈക്ക് നിൽക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. സോ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ടൈം വാല്യൂ. ഈ പറയുന്ന സാധനങ്ങളുടെ ഒക്കെ ടൈം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ടൈം വാല്യൂ എന്താണ് പറഞ്ഞത്? ഒന്നുമില്ല. പ്രീമിയം മൈനസ് ഇൻട്രൻസിക് വാല്യൂ. സോ 16,800 കോൾ ഓപ്ഷന്റെ ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് 250 ആണ് പ്രീമിയം, മൈനസ് 200 എത്രയാണ്? 50. ഇവിടെ 50 ആണ് ടൈം വാല്യൂ. ഈ കേസിലോ 16,900 അവിടെ സംബന്ധിച്ച് 200 ആണ് പ്രീമിയം, ഇൻട്രൻസിക് വാല്യൂ 100 ആണ്,
സോ ടൈം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100, 200 മൈനസ് 100, 100. ദെൻ അറ്റ് ദ മണിയിൽ നിഫ്റ്റി 17,000, പ്രീമിയം 100 ആണ്, ഇൻട്രൻസിക് വാല്യൂ 0, താഴെ ഓക്കെ 0 മൈനസ് 0 ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇത് ഇത്ര ആയിരിക്കില്ല, 100 ആയിരിക്കില്ല, 150 ആയിരിക്കട്ടെ ഏകദേശം. കാരണം 250, 200, 150 ആയിരിക്കണ ചാൻസ് ഞാൻ ഇട്ടെന്ന് മാറിപ്പോയതാണ്. എങ്കിലാണ് നമ്മുടെ കാൽക്കുലേഷൻ ശരിയാവുള്ളൂ. അതാണ് കറക്റ്റ് ചെയ്ത്. കാരണം ഇത് റഫ് ഫിഗർ ഇട്ടാണല്ലോ. എക്സാക്ട് ഓപ്ഷൻ ചെയ്യുന്ന ഡേറ്റ് എത്തിയെങ്കിൽ തെറ്റ് വരില്ല. അതൊന്നും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ 150 മൈനസ് 0 എത്രയാണ്? 150. സോ അറ്റ് ദ മണിയിലെ ടൈം വാല്യൂ നോക്കി പഴയതിനെ അപേക്ഷിച്ച് കൂടുതലാണ് 150. ഔട്ട് ഓഫ് ദ മണിയോട് നോക്കി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണി 50 മൈനസ് 0, 50. ഇതിന് എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി? 50 ഇൻ ദ മണിന്ന് ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോകും തോറും 50 100, 150, അതിന് താഴെ പോകുമ്പോൾ 50. ഏറ്റവും കൂടുതൽ ടൈം വാല്യൂ ഉള്ള സ്ട്രൈക്ക് ഏതാണ്? അറ്റ് ദ മണി. സോ അറ്റ് ദ മണിയിലാണ് ടൈം വാല്യൂ ഏറ്റവും കൂടുതൽ. അറ്റ് ദ മണിന്ന് താഴേക്ക് പോകുമ്പോഴും ടൈം വാല്യൂ കുറയും, അറ്റ് ദ മണിന്ന് മുകളിലേക്ക് പോകുമ്പോഴും ടൈം വാല്യൂ കുറയും. ഒന്നുകൂടി വൈറ്റ് പേപ്പറിൽ പോയി കഴിഞ്ഞാൽ ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് അറ്റ് ദ മണി, ATM-ലാണ് കൂടുതൽ. ATM-ൽ നിന്ന് ഔട്ട് ഓഫ് ദ മണി, OTM ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോകുന്നതോറും ടൈം വാല്യൂ കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഇൻ ദ മണിന്ന് പോകുന്നതോറും ടൈം വാല്യൂ കൂടുതലായിരിക്കും. സോ ഏറ്റവും കൂടുതൽ ടൈം വാല്യൂ അറ്റ് ദ മണിയിലാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതോറും ടൈം വാല്യൂ കുറഞ്ഞു വരും. ക്ലിയർ ആയല്ലോ? സോ ഞാനിത് പറഞ്ഞു, ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ്പയറി ഡേറ്റിലാണ്. ഇതിന് മുമ്പ് എന്തായിരിക്കും? ഇതിനു മുമ്പ് പ്രീമിയത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഓപ്ഷൻ ഗ്രീക്സ് ആണ്. നമ്മൾ പറഞ്ഞ ഡെൽറ്റയും തീറ്റയും ഗാമയും ഒക്കെയാണ് മെയിൻ കാര്യങ്ങൾ വഹിക്കാം. ഇത് എക്സ്പയറിലുള്ള വാല്യൂന്റെ കാര്യമാണ്. ഈ ടൈം വാല്യൂ എന്നുള്ള പേരിൽ തന്നെ ഉണ്ടല്ലേ ടൈം. എന്തോരം ടൈം എക്സ്പയറിക്ക് ബാക്കിയുണ്ട്, അതാണ് ടൈം വാല്യൂ. സോ കുറച്ച് സമയമാണ് എക്സ്പയറിക്ക് ഉള്ളൂ, ടൈം വാല്യൂ കുറവായിരിക്കും. ഒത്തിരി സമയമുണ്ട് എക്സ്പയറിക്ക്. ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയുടെ കേസ് തന്നെ ഇന്നൊരു ബുധനാഴ്ചയാണ്, നാളെ വ്യാഴാഴ്ച, ഒരു ദിവസമുള്ള എക്സ്പയറിക്ക്. ആ ഷോർട്ട് എക്സ്പയറി ആയതുകൊണ്ട് അവിടുത്തെ ടൈം വാല്യൂ വളരെ കുറവായിരിക്കും. എന്നാൽ ഇന്നത്തെ തന്നെ മന്ത്ലി എക്സ്പയറി എടുത്തേ, ഈ മാസം 30 ദിവസം ഉണ്ട് ഇനി എക്സ്പയറിക്ക്, അവിടെ ടൈം വാല്യൂ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രീമിയം കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ പ്രീമിയം ഇൻട്രൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ ആണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചറിയാം, അടുത്തടുത്ത് ദൂരെയുള്ള എക്സ്പയറിയിലേക്ക് നിങ്ങൾ ഓപ്ഷൻ ചെയ്യേണ്ട ചാർട്ടിലേക്ക് തന്നെ എടുത്ത് നോക്കണോ? ഓപ്ഷൻ ചെയ്യേണ്ട ചാർട്ടിൽ തന്നെ എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് 30 ജൂൺ ആണ്. 30 ജൂണിന്റെ അറ്റ് ദ മണിയിലുള്ള പ്രീമിയം നോക്കി 157. ദെൻ ഈ 30 ജൂൺ മാറ്റി അടുത്തത് നോക്കി ജൂലൈ 30 നോക്കാം. ജൂലൈയിലെ ഏറ്റവും അവസാനത്തെ എക്സ്പയറി ജൂലൈ 28. ജൂലൈ 28ന്റെ എക്സ്പയറിയിലേക്ക് അറ്റ് ദ മണിയുടെ പ്രീമിയം നോക്കി 390, ഓൾമോസ്റ്റ് 3 ഇരട്ടിയാണല്ലേ. ഇതിന്റെ മേജർ കാരണം ടൈം വാല്യൂ ആണ്. കാരണം ഇൻട്രൻസിക് വാല്യൂന് മാറ്റമില്ല. എന്താണ് ഇൻട്രൻസിക് വാല്യൂ? സ്പോട്ട് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് ആണ്. അതിൽ വലിയ വ്യത്യാസം വരില്ല. സോ ഇനിയും ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും പ്രീമിയം കൂടും. ഇതാണ് ടൈം വാല്യൂന്റെ ഇമ്പാക്ട്. എത്ര ദൂരം എക്സ്പയറിയിലേക്ക് ഉണ്ടോ ടൈം വാല്യൂ അത്ര പവർഫുൾ ആയിരിക്കും, അത്രയും പ്രീമിയം സ്ട്രൈക്കിന് കൂടാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെയാണ് എക്സ്ട്രിൻസിക് വാല്യൂവിനെ നമ്മൾ ടൈം വാല്യൂ എന്ന് വിളിക്കാൻ കാരണം. സമയം കൂടുന്തോറും ഓപ്ഷന്റെ പ്രീമിയം കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പ്രീമിയം പെട്ടെന്ന് കുറയാനുള്ള ചാൻസും കുറയും. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു ബുധനാഴ്ചയാണ്, ഒരു ദിവസമുള്ള എക്സ്പയറിക്ക് ഒരു അറ്റ് ദ മണിയിലോ ഔട്ട് ഓഫ് ദ മണിയിലോ നിൽക്കുന്ന ഓപ്ഷൻ അങ്ങനെ തന്നെ എക്സ്പയർ ചെയ്യുന്നതായിരിക്കും, മാറ്റങ്ങളില്ലാതെ എക്സ്പയർ ചെയ്യും. ആ പ്രീമിയം മൊത്തം സീറോയിലേക്ക് വരണം, പെട്ടെന്ന് സീറോയിലേക്ക് വരും. എന്നാൽ ഒന്നൊരു എക്സാമ്പിൾ ചാർട്ടിൽ പറയണോ? ഡ്രോയിങ് ചാർട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ സ്പോട്ട് എത്രയാണ്? 17,000 ആണെങ്കിൽ നമ്മൾ പറയുന്നു നമ്മൾ 17,100 ഒരു കോൾ മേടിച്ച കോൾ ബയർ നമ്മളോട് എന്താ പറയുന്നത്? എക്സ്പയറിക്കുള്ളിൽ 17,000 എന്നുള്ളത് 17,100 എത്തും എന്നാണ് പറഞ്ഞത്. എക്സ്പയറിക്ക് ഇപ്പം ഒരു ദിവസമുള്ളൂ, വൺ ഡേ കൊണ്ട് ഇത് എത്താനുള്ള ചാൻസ് ആണോ? ഒരു മാസം ഉണ്ട്, 1 മന്ത് ഉണ്ട്. 1 മന്ത് എക്സ്പയറിയിലേക്ക് 1 മന്ത് എക്സ്പയറി ആണ്, ഇതൊരു ദിവസമുള്ളൂ. ഇതാണ് പ്രോബബിലിറ്റി കൂടുതൽ. ഓഫ് കോഴ്സ് ഇതിനാണ് പ്രോബബിലിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ അതിന്റെ ടൈം വാല്യൂ കൂടുതലായിരിക്കും, പ്രീമിയം കൂടുതലായിരിക്കും, 300+ ആയിരിക്കും. ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ടൈം വാല്യൂ കുറവായിരിക്കും. ചിലപ്പം ടൈം വാല്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ 50 ഒക്കെ ലോവർ പ്രീമിയം ഉണ്ടാവുള്ളൂ. സോ ഈ സാധനം പെട്ടെന്ന് എത്രയിലേക്ക് വരാം? സീറോയിലേക്ക്. ഇത് സീറോയിലേക്ക് വരാൻ നമുക്ക് എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട്. അതുകൊണ്ട് ഇത് സീറോയിലേക്ക് വരുന്ന സമയം പോലെയല്ല, ഇത് പതുക്കെ ആയിരിക്കുമല്ലോ. നേരെ റിവേഴ്സ് സംഭവിച്ചു. നിഫ്റ്റി 17 പോകുന്നതിന് പകരം നിഫ്റ്റി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സാധനം ഷോർട്ട് എക്സ്പയറി ആയതുകൊണ്ട് പെട്ടെന്ന് സീറോയിലേക്ക് വരും. ഇത് പതുക്കെ വരുള്ളൂ. 299, 290, 295 ഇവിടെ ഒറ്റയടിക്ക് സീറോയിലേക്ക് വരും. ഇതാണ് ടൈം വാല്യൂന്റെ ഇമ്പാക്ട്. മനസ്സിലായല്ലോ? ഇനി ഒന്നുകൂടി റിയൽ ട്രേഡിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡെഫിനേഷൻ അല്ല, എന്നാലും റിയൽ ടൈം നടക്കുന്ന കാര്യത്തിൽ ഇൻട്രൻസിക് വാല്യൂ ഒരു ബയർക്ക് അനുകൂലമാണ്, ടൈം വാല്യൂ ഒരു സെല്ലർക്ക് അനുകൂലമാണ്. ഇത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതല്ലെങ്കിൽ ഈ ടൈം വാല്യൂന്റെ ഈ കാര്യം നമുക്ക് അടുത്ത ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി പഠിക്കുന്ന തീറ്റ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. തൽക്കാലത്ത് മനസ്സിലാക്കി വെക്കുക, ഇൻട്രൻസിക് വാല്യൂ ബയ്യറിന് അനുകൂലമായിരിക്കും. ഇൻട്രൻസിക് വാല്യൂ കൂടുന്തോറും ആ ബയ്യറുടെ പ്രോഫിറ്റ് കൂടാന്നർത്ഥം. പക്ഷെ ടൈം വാല്യൂ അവർക്ക് അനുകൂലമാണ്, സെല്ലറിന് അനുകൂലമാണ്. കുറച്ച് സമയമാണ് എക്സ്പയറിക്ക് ഉള്ളൂങ്കിൽ ആ ബെനിഫിറ്റ് മൊത്തം ആർക്കായിരിക്കും കിട്ടുക? സെല്ലർക്ക് കിട്ടുക. ബയ്യർ ആണെങ്കിൽ ഏതെടുത്ത ബയ്യർ? അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ വേണ്ട, ഇൻ ദ മണിയുള്ള ബയ്യർ ആണെങ്കിൽ കൂടെ സേഫ് ചെയ്തെടുക്കുന്ന തൊട്ടിപ്പം നിഫ്റ്റിയുടെ കേസ് പറഞ്ഞാൽ വീക്കിലി എടുക്കുന്നതോ മന്ത്ലി എടുക്കുന്നതോ?
മന്ത്ലി എടുക്കുന്നതാണ് സേഫ്. പക്ഷെ അവിടെ ചെറിയ പ്രശ്നമുള്ളത് ലിക്വിഡിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. വീക്ക്ലി കോൺട്രാക്ടുകളാണ് ഏറ്റവും കൂടുതൽ വോളിയം നടക്കുക, മറ്റോടത്ത് വോളിയം കുറവായിരിക്കും. നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും വലിയ ഇഷ്യൂ ഇല്ല, മന്ത്ലി എക്സ്പയറികളൊക്കെ ആവശ്യത്തിന് വോളിയം ഉണ്ട്. ഇത് സ്റ്റോക്കിലാണ് പ്രശ്നം വരുന്നത്. ഇപ്പം SBIയുടെയോ റിലയൻസിന്റെ, SBIക്കും റിലയൻസിനൊക്കെ ഉണ്ടാകാം അല്പം ചെറിയ സ്റ്റോക്കുകൾ, അത്ര ബ്രാൻഡല്ലാത്ത സ്റ്റോക്കുകളുടെ ഓപ്ഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ ലിക്വിഡിറ്റി വലിയ ഇഷ്യൂ ആണ്. അടുത്തടുത്ത മാസങ്ങളിലെ എക്സ്പയറിക്ക് പോകുമ്പോൾ ടൈം വാല്യൂ കുറവിന് വേണ്ടി അടുത്ത ഏറ്റവും മാക്സിമം എക്സ്പയർ എടുത്തു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഉണ്ടാവില്ല, ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവില്ല. മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ബയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പെട്ടുപോകും, നമുക്ക് ഭീമമായ നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. സോ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ടൈം വാല്യൂ ബയർക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് എപ്പോഴും ഏറ്റവും ഫാർ എക്സ്പയറി, നിഫ്റ്റിയുടെ കേസിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പർ ആണെങ്കിലും ഞാൻ ഈ വീക്കിലി എക്സ്പയറിയിൽ ഒരു കോൾ ഓപ്ഷൻ എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ടൈം വാല്യൂവിന്റെ ഇമ്പാക്ട് കുറയാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെടുക്കാം, അടുത്ത വീക്ക് എക്സ്പയറിയോ അതിലും ഭേദം മന്ത്ലി എടുക്കുന്നതാണ്. കാരണം നെക്സ്റ്റ് വീക്ക് എക്സ്പയറിക്ക് വോളിയം വളരെ കുറവായിരിക്കും. ഒന്നുകിൽ കറണ്ട് വീക്ക് എക്സ്പയറി അല്ലെങ്കിൽ കറണ്ട് മന്ത് എക്സ്പയറിലാണ് ഏറ്റവും കൂടുതൽ വോളിയം ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മന്ത്ലി എക്സ്പയർ എടുത്ത് ട്രൈ ചെയ്യാം. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യം ലിക്വിഡിറ്റി ഉണ്ടോ എന്ന് നോക്കണം. സെക്കൻഡ് തിങ് പ്രോഫിറ്റ്, റിസ്ക് കുറവായതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കുറവായിരിക്കും. കറന്റ് വീക്ക് എക്സ്പയറി ഒരു ദിവസമുള്ള ഒരു സാധനം മൂവ് ചെയ്യുന്നത് പോലെ മറ്റേത് മൂവ് ചെയ്യില്ല. കാരണം എന്താണ്, നമ്മൾ ഓപ്ഷൻ ഗ്രീക്സില് വീഗ പഠിച്ചുള്ള ഗാമേനെ പറ്റി പഠിച്ചു. ഇവരുടെ ഇഫക്റ്റ് കൊണ്ട് ഷോർട്ട് എക്സ്പയറി ആണ് പ്രീമിയം കുറവുള്ളതുകൊണ്ട് വലിയ പ്രോഫിറ്റുകൾ കിട്ടാം. പക്ഷെ മന്ത്ലി എക്സ്പയറിയിൽ വലിയ പ്രോഫിറ്റുകൾ കിട്ടില്ല, വലിയ റിസ്കും ഇല്ല. സോ ബാക്കിയുള്ള ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റുന്നതല്ല ഓപ്ഷൻ ട്രേഡിംഗ്. അറ്റ്ലീസ്റ്റ് മിനിമം 1 to 2 years എങ്കിലും ഈ എല്ലാത്തരം പ്രീമിയം ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ഒക്കെ മേടിച്ചും വിറ്റുമാണ് നിങ്ങൾക്ക് ആ ഒരു ഇങ്ങനെ അസസ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. സോ സമയം എടുക്കും, എങ്കിലും പരീക്ഷിച്ചു നോക്കാം. എപ്പോഴും വീക്കിലി എക്സ്പയർ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പ്രാവശ്യം മന്ത്ലി എക്സ്പയർ എടുത്തു പോകും. സോ നിങ്ങൾക്ക് ഒരു ക്ലിയർ വ്യൂ ഉണ്ട്. അതായത് നിഫ്റ്റി ഇപ്പൊ എത്ര നിൽക്കുന്നു, എന്റെ വ്യൂ ബുള്ളിഷ് ആണ്, സ്ട്രോങ് ബുള്ളിഷ് ആണ്. ഞാൻ തൊട്ടടുത്ത എക്സ്പയർ എടുത്ത് നോക്കാം, ഒപ്പം അടുത്ത മാസത്തെ എക്സ്പയർ എടുത്ത് നോക്കാം, ഏതിനാണ് പ്രോഫിറ്റ് എങ്ങനെയാ പോണെന്നൊക്കെ ഒരു റിയൽ ചാർട്ടിൽ പരീക്ഷ നോക്ക്. 10,000 രൂപ മതി, ഈ രണ്ടും മേടിക്കാൻ 10,000 മതി. 20,000 വെച്ച് എന്റെ വ്യൂ ബുള്ളിഷ് ആണ്, ഈ വീക്കിലി എക്സ്പയറിലെ കോൾ ഓപ്ഷൻ എടുത്തു, അടുത്ത മന്ത് എക്സ്പയറിയുടെ കോൾ ഓപ്ഷൻ എടുത്തു, രണ്ടിന്റെയും പ്രീമിയം എന്തോരം മൂവ്മെന്റ് വന്നു, താഴേക്ക് പോയപ്പോൾ രണ്ടും എത്ര ലോസ് വന്നു എന്നൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അല്ല നമ്മുടെ ഓപ്ഷൻ ഗ്രൂപ്പ്സ് മെമ്പറാണെങ്കിൽ പേടിക്കേണ്ട, വരും ദിവസങ്ങളിൽ നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യാം. പറ്റുമെങ്കിൽ ഒരു മന്ത്ലി എക്സ്പയർ എടുത്ത് ട്രേഡ് ചെയ്ത് നോക്കാം, വീക്കിലി എടുത്ത് ഏതിനാണ് ലാഭം എന്നൊക്കെ നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാം നമ്മുടെ എക്സസൈസ്, നമ്മുടെ സെറ്റിൽമെന്റ് എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ സ്റ്റോക്കിനും ഇൻഡെക്സിനും രണ്ട് രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള സെറ്റിൽമെന്റ്. എന്താണ്, ഇൻഡെക്സ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ ക്യാഷ് സെറ്റിൽഡ് ആണ്, ഡെലിവറി എടുക്കുന്ന പരിപാടിയില്ല. എക്സ്പയർ ദിവസം പലരുടെയും ഉള്ളിലുള്ള ഡൗട്ടാണ്, ഞാൻ പഴയ വീഡിയോസിന് കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷൻ മേടിച്ചു, വ്യാഴാഴ്ച വൈകിട്ട് 3:30 ശേഷവും ഞാൻ വിറ്റില്ല, എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ബ്രോക്കറേജ് തന്നെ നിങ്ങൾക്ക് അത് ഫിസിക്കലി സെറ്റിൽ ചെയ്യും. നിങ്ങളുടെ ഒരു ചെറിയ ചാർജ്, എനിക്ക് തോന്നുന്നു 50+ ടാക്സ് എങ്ങാണ്ട് ഒരു ചാർജ് ഉണ്ടാക്കും. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അപ്പോഴുള്ള പ്രൈസിന് സെറ്റിൽ ചെയ്ത് ക്യാഷ് സെറ്റിൽ ചെയ്ത് തീർക്കും. നിങ്ങളോട് അഡീഷണൽ ഫണ്ടും മാർജിനായിട്ട് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ല. എത്രയാണോ നിങ്ങളുടെ ലോസ് ആ ലോസിൽ ബുക്ക് ചെയ്ത് അവസാനിപ്പിക്കും. വല്ലതും നിങ്ങൾക്ക് കിട്ടാനേ കിട്ടും. എപ്പോ ഇൻ ദ മണിയിലാണെങ്കിൽ, അല്ലെ അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ അറിയാലോ. അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ എക്സ്പെക്ട് ദിവസം 3:30 ആകുമ്പോഴേക്കും 0 ഉണ്ടാവും. സോ നോ ലോസ് നോ പ്രോഫിറ്റ്. ഒരു 50 രൂപ സെറ്റിൽമെന്റ് ചാർജ് വരും, അത്രയേ ഉള്ളൂ. ഇൻ ദ മണി ആണെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇൻ ദ മണിയാണ് ഞാൻ നിഫ്റ്റി 17,100 എത്തുന്ന പറഞ്ഞിട്ടുള്ളൂ, 17,300 വരെ എക്സ്പയർ ചെയ്തു, 200 പോയിന്റ് എനിക്ക് ലാഭം കിട്ടി. ആ ലാഭം ഒരു 50 രൂപ കുറഞ്ഞ് ബാക്കിയുള്ള ലാഭം എന്റെ അക്കൗണ്ടിൽ വരും. സോ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇൻഡെക്സുകൾ ഇവിടെ ക്യാഷ് സെറ്റിൽഡ് ആണ്. പക്ഷെ സ്റ്റോക്ക് ഓപ്ഷൻ, അവിടെയാണ് ഇതിന്റെ ഒരു പോയിന്റ് ഉള്ളത്. അതായത് ഇൻട്രിൻസിക് വാല്യൂടെ ഒരു പോയിന്റ് ഉള്ളത് സ്റ്റോക്ക് ഓപ്ഷനിൽ. ഞാൻ പറഞ്ഞു ഇൻട്രിൻസിക് വാല്യൂ ഏത് സ്ട്രൈക്കിന് മാത്രമേ ഉള്ളൂ, ഇൻ ദ മണിയിലുള്ള സ്ട്രൈക്കിന് മാത്രമേ ഉള്ളൂ ഇൻട്രിൻസിക് വാല്യൂ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റിലയൻസിന്റെ ഒരു സ്റ്റോക്ക് ഓപ്ഷൻ എടുത്ത ഒരാളാന്ന് വിചാരിക്കും. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് റിലയൻസ് 2,500 എത്തുന്നതാണ്. 2,500 എത്തി, 2,600ലേക്കും 2,700ലേക്കും റിലയൻസ് മന്ത്ലി എക്സ്പയറിൽ പോയി വിചാരിക്കും. സോ ആസ് പെർ റൂൾ എക്സ്പയറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അത് ഫിസിക്കൽ ഡെലിവറി എടുക്കുക. നിങ്ങൾ ആ പറഞ്ഞ വിലയ്ക്ക് ഡെലിവറി എടുക്കണം. അങ്ങനെ എടുക്കേണ്ട വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടും? അതാണ് ഇൻട്രിൻസിക് വാല്യൂ. ഈ ഇൻട്രിൻസിക് വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എക്സാമ്പിൾ ഞാൻ റിലയൻസിന്റെ കേസ് തന്നെ എടുത്ത് പറഞ്ഞുതരാം. റിലയൻസിന്റെ ഇപ്പോഴത്തെ വില ഒരു 2,000 ആണെന്ന് വിചാരിക്കും. 2,000 ആണ് റിലയൻസിന്റെ വില. നമ്മൾ എടുത്തിരിക്കുന്നത് 2,100ന്റെ കോൾ ഓപ്ഷൻ ആണ്. CE ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രീമിയം ഏകദേശം 300 രൂപയാണെന്ന് വിചാരിക്കും. 300 rupees ആണ് ഈ സാധനത്തിന്റെ ഇപ്പോഴത്തെ പ്രീമിയം. ഓക്കെ, ഈ റിലയൻസ് എക്സ്പയറി ആയത് 2,300 വിചാരിക്കൂ. സോ അവിടുത്തെ ഇൻട്രിൻസിക് വാല്യൂ IV എത്രയാണ്? 2,300. ഇതാണ് അവിടുത്തെ സ്പോട്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസ് 2,300 ആണ്. 2,300 മൈനസ് സ്ട്രൈക്ക് 2,100 വിച്ച് ഇസ് ഈക്വൽ ആണ് 200. സോ ഈ 200 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് അവിടുത്തെ IV. ആ IV തന്നെയായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ്. സോ നിങ്ങൾ ഫിസിക്കൽ ഡെലിവറി എടുക്കുന്ന സമയത്ത് ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പല ഓപ്ഷൻ അറിയാതെ ചെയ്യുന്നവരുടെയും സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്നവരുടെയും കാശ് പോകുന്ന കൂടിയാണ്. അതായത് ഇത് എത്ര വേണം? റിലയൻസിന്റെ ക്വാണ്ടിറ്റി 250 ആണ്. 250 ക്വാണ്ടിറ്റി
2100 രൂപ വെച്ച് മേടിച്ചോളാം എന്നാണ് ഞാൻ ഉണ്ടാക്കിയ കോൺട്രാക്ട്. എത്ര രൂപ വരും? ഓൾമോസ്റ്റ് 10 lakhs rupees ആണ് ആവശ്യമുള്ള ഒരു കോൺട്രാക്ടിനെയാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു 5000 10,000 രൂപ 300 × 25 5000 16,000 രൂപ കൊടുത്ത് മേടിക്കുന്നത്. സോ ഈ എക്സ്പയറിയിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ ഡിമാറ്റ് കമ്പനികൾ നിങ്ങളോട് കാശ് കൂടുതൽ ആവശ്യപ്പെടും. അതായത് നിങ്ങൾ മേടിച്ചിരിക്കുന്ന പ്രീമിയം ഇൻ ദ മണിയിലായാൽ, അതിന്റെ കാരണം ഇതാണ്, നിങ്ങൾ മേടിച്ചിരിക്കുന്ന പ്രീമിയം 10,000 ആണെന്ന് വിചാരിക്കും, എക്സ്പയറിയിലേക്ക് ഇനി ഒരു 5 ദിവസമേ ഉള്ളൂ. അപ്പൊ ബ്രോക്കർ നിങ്ങൾക്ക് ഒരു മെയിൽ അയക്കും, എന്ത്, ഈ കാശ് പോരാ, ഈ 10,000 എന്നുള്ളത് ഒരു 1,00,000 രൂപ കീപ്പ് ചെയ്യാൻ പറയും. ഡിമാറ്റിൽ ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങളോട് പറയും നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിപ്പോ സ്ക്വയർ ഓഫ് ചെയ്യും. നഷ്ടത്തിലാണെങ്കിൽ ആ നഷ്ടത്തിൽ സ്ക്വയർ ഓഫ് ചെയ്യും. ഇനി 5 ദിവസം കഴിഞ്ഞു, ഒരു ദിവസം കൂടി ഉള്ള എക്സ്പയറിക്ക്. അപ്പം ബ്രോക്കർക്ക് മനസ്സിലായി 10 ലക്ഷം രൂപയുടെ സാധനമാണ് നിങ്ങൾ 10,000 കൊടുത്ത് മേടിച്ചിരുന്നത്, ഇപ്പൊ 1 ലക്ഷം വരെ ആക്കിയിട്ടുണ്ട്, ഇനി പോരാ. അപ്പൊ ബ്രോക്കർ നിങ്ങളോട് പറയും ഒരു 8 ലക്ഷം രൂപയും കൂടി വേണം എന്ന് പറയും. എനിക്കൊരു 8 ലക്ഷം രൂപ വേണം, കാരണം എന്റെ റിസ്ക് കൂടി, ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ. നിങ്ങളുടെ ഡിമാറ്റ് ബാലൻസിൽ 8 ലക്ഷം ഉണ്ടെങ്കിൽ അവരത് ബ്ലോക്ക് ചെയ്യും. 8 ലക്ഷം ഇല്ലെങ്കിൽ ഉള്ള കാശിൽ അവർ സ്ക്വയർ ഓഫ് ചെയ്യും. ഈ ഒരു ഇഷ്യൂ, അതായത് 10 ലക്ഷം രൂപ വരെ നമുക്ക് നഷ്ടപ്പെടാം. റിലയൻസ് നല്ല രീതിയിൽ താഴേക്ക് പോയി. നമ്മളാണെങ്കിൽ ആകെ 10,000 കൊടുത്താൽ മേടിച്ചിട്ടുള്ളൂ. റിലയൻസ് ഒരു 50,000 രൂപ, ഈ 10 ലക്ഷത്തിന്റെ സാധനം 9 ലക്ഷമായെന്ന് വിചാരിക്കൂ. നമ്മൾ 1000 പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്ത് മേടിച്ച ഈ 10,000 കൊടുത്ത് മേടിച്ച സാധനം നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം 1 ലക്ഷം രൂപയായിരിക്കും. അങ്ങനെ 10 ലക്ഷം വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രൊവൈഡർ നിങ്ങളുടെ കാശുണ്ടെങ്കിൽ. കാശില്ലെങ്കിൽ ഈ പറയുന്ന മാക്സിമം ലോസിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യും. സോ ഇൻ ദ മണിയിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇൻ ദ മണിയിലേക്ക് പോയി എക്സ്പയറി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻട്രൻസിക് വാല്യൂ ആണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇൻ ദ മണിയുള്ള സാധനത്തിന് മാത്രമേ കാശ് കിട്ടൂ. അറ്റ് ദ മണിയും ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ പ്രശ്നമില്ല. റിലയൻസ് മേടിച്ചു, നിങ്ങൾ പറഞ്ഞ കാര്യം നടന്നില്ല, ആ കാശ് പോയി, കൊടുത്ത പ്രീമിയം പോയെന്നുള്ളൂ, സീറോ ആവും. കാരണം എന്താണ്? അവിടെ ഇൻട്രൻസിക് വാല്യൂ ഇല്ല. സോ എക്സ്പയറിയിൽ ബയേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് ഇൻട്രൻസിക് വാല്യൂ ആണ്. അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബയറിന് എന്ത് കിട്ടുന്നു അതാണ് ഇൻട്രൻസിക് വാല്യൂ. ക്ലിയർ ആയല്ലോ? കൺഫ്യൂഷൻ ആയ ഭാഗം ഒന്നുകൂടി എടുത്ത് കേൾക്ക്, അല്ലെങ്കിൽ റിയൽ ടൈം ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ബട്ട് 90% കേസിൽ ഓപ്ഷൻ ബയർ ഫിസിക്കൽ ഡെലിവറി എടുക്കില്ല, നേരത്തെ എക്സിറ്റ് ചെയ്യും. നമ്മൾ ഈ എക്സ്പയറി വരെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എക്സ്പയറി കഴിഞ്ഞിട്ടും കയ്യിലുള്ള സാധനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ എന്താ ചെയ്യാറ്? ഞാൻ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ ഹോൾഡ് ചെയ്യാനുള്ള സാധനമല്ല. ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും ഹോൾഡ് ചെയ്യരുത്. റിലയൻസിന്റെ ഒരു കോൾ ഓപ്ഷൻ മേടിച്ച ആളാണെങ്കിൽ മേടിക്കുക, 10-15 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ലാഭവും നഷ്ടവും ബുക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഹോൾഡ് ചെയ്താൽ ഇതുപോലത്തെ ഉള്ള നൂലാമാല, കയ്യിലുള്ള കാശ് മാത്രമല്ല അക്കൗണ്ടിൽ, ഡിമാറ്റ് അക്കൗണ്ടിലുള്ള കാശ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും എടുത്തു പറയുന്നു, ഒരു ഓപ്ഷനും സ്റ്റോക്ക് ആണെങ്കിലും ഇൻഡെക്സ് ആണെങ്കിലും മാക്സിമം നേരത്തെ എക്സിറ്റ് ചെയ്യുക. കിട്ടുന്ന പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായി ട്രailing എക്സൽ ചെയ്യുക, അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യാൻ അറിയണം. ഹെഡ്ജിങ് പൊസിഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലോസിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ലെഗ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അയൺ കോണ്ടറോ അയൺ ബട്ടർഫ്ലൈയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്തോളൂ. ഹെഡ്ജ് ചെയ്യാത്തോടത്തോളം കാലം ഒരു ഓപ്ഷനും ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യരുത്. പല ഫാക്ടേഴ്സ് നിങ്ങൾക്ക് എതിരായിട്ടുണ്ട്. ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ? ദെൻ ടൈം വാല്യൂന്റെ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ടൈം കുറവാണെങ്കിൽ ടൈം വാല്യൂ കുറവായിരിക്കും, കൂടുതൽ ഉണ്ടെങ്കിൽ ടൈം വാല്യൂ കൂടുതലായിരിക്കും. ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സ്ട്രൈക്കിന്റെയും ടൈം വാല്യൂ കൂടില്ല, കുറയേ ഉള്ളൂ. കാരണം ടൈം ഡീക്കേ സംഭവിച്ച് പോവുള്ളൂ. ദിവസങ്ങൾ കൂടില്ലല്ലോ. ഇത് എക്സ്പയറിക്ക് ഇനിയും ഇടയ്ക്ക് നമുക്ക് ഒരു ദിവസം കൂട്ടി ആഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ വ്യാഴാഴ്ചയാണ്, നാളെയാണ് എക്സ്പയറി. ഞാൻ ആരോടെങ്കിലും ഒരു ദിവസം കൂടി തരൂ, ഈ ഡേയുടെ ഇടയിൽ ഒരു ദിവസം കൂടി കൂട്ടിച്ചേർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുധന്റെ വ്യാഴത്തിന്റെ ഇടയ്ക്ക് ഒരു ദിവസം കൂട്ടിച്ചേർക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. അത് മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ടൈം വാല്യൂ ഒരിക്കലും കൂടില്ല, നിലവിലുള്ളതിന് കുറയുള്ളൂ. എക്സാമ്പിൾ ഇവിടുത്തെ കേസ് പറഞ്ഞാൽ, ഇവിടെ അഡ്ഡ മണി നിഫ്റ്റി 17,000 നിൽക്കുന്നു. 17,000 അഡ്ഡ മണിയുടെ ടൈം വാല്യൂ 150 ആണ്. ഈ 150 മുന്നോട്ട് പോകും തോറും 1 രൂപ പോലും മുകളിലേക്ക് പോകില്ല. ഈ 150 താഴേക്കേ വരൂ. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ടൈം വാല്യൂ മസ്റ്റ് ആയിട്ടും കുറയുള്ളൂ. അത് ആർക്ക് അനുകൂലമാണ്? സെല്ലർക്ക്. കാരണം എന്താണ്? ടൈം വാല്യൂ ഒരിക്കലും കൂടുന്നില്ല. സോ സെല്ലർക്ക് ഒരു റിസ്ക് ഇല്ല. സെല്ലറെ സംബന്ധിച്ച് ഫുൾ ബെനിഫിറ്റ് ആണ് ടൈം വാല്യൂ. ഇത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ഗ്രീക്സിന്റെ അടുത്ത ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പ് ഇൻട്രൻസിക് വാല്യൂ ടൈം വാല്യൂ ആയിട്ട് വന്നത്. അതിൽ തന്നെ ടൈം വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ടൈം വാല്യൂ ഒരിക്കലും കൂടില്ല, ഇപ്പൊ നിൽക്കുന്നതിൽ നിന്ന് കുറയുള്ളൂ. അത് ബയറിനെ സംബന്ധിച്ച് കൂടില്ല. എന്തായാലും ടൈം വാല്യൂ കൂടുന്നില്ല. ബയറിന് എന്താ ഗുണം? ടൈം വാല്യൂ കൊണ്ട് വലിയ ഗുണമില്ല. ടൈം വാല്യൂ കൊണ്ട് ഗുണം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഫാർ എക്സ്പയർ എടുക്കണം. അപ്പോഴാണ് ഈ ഉള്ളതിൽ ഇപ്പം 17,000 കോൾ ഓപ്ഷൻ നാളത്തെ എക്സ്പയറിയുടെ ടൈം വാല്യൂ കുറവായിരിക്കും, അടുത്ത മാസത്തെ എക്സ്പയറിയുടെ ടൈം വാല്യൂ കൂടുതലായിരിക്കും. അത് ഓരോ ദിവസം കഴിയും തോറും ടൈം വാല്യൂ കുറഞ്ഞേ വരുള്ളൂ. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഗ്രീക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് പറയാം. ഓപ്ഷൻ ഗ്രീക്സിന്റെ അടുത്ത വീഡിയോ തീറ്റയെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്, മസ്റ്റ് ആയിട്ടും കാണാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ആസ് യൂഷ്വൽ നമ്മൾ ഏത് ടോപ്പിക്കിനെ പറ്റി പറഞ്ഞാലും റിയലിസ്റ്റിക് ആയിട്ടുള്ളതും തിയറിസ്റ്റിക് ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയേണ്ടതുണ്ട്. അതുകൊണ്ട് വീഡിയോ ലെങ്ത് ആണ്, ബോർ അടിച്ചാൽ ക്ഷമിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ലാഭവും നഷ്ടവും ബുക്ക് ചെയ്യാം. താങ്ക്